ഒരു സ്ത്രീ വിദ്വേഷിയാണോ? അല്ല. ഞാൻ ഇന്നും ഞാൻ ചോദിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് ചോദിക്കുകയാണ്. കാരണം ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു, 2 പ്രാവശ്യം പീഡിപ്പിച്ചു, 3 പ്രാവശ്യം പീഡിപ്പിച്ചു. ഒരു തെറ്റിന്ന് മറ്റൊരു തെറ്റിപ്പോയി, അവിടെ നിന്ന് രക്ഷപ്പെടാൻ 3ാമതും പോയി. അതിനകത്ത് ഒരു അസ്വാഭാവികം ഇല്ലേ? ശരിക്കും എനിക്ക് സുന്ദരി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രണയത്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. വിമൻസ് കോളേജിന്റെ നടയിൽ അറിയാമല്ലോ, കുറച്ച് അതിനു വേണ്ടി വന്ന് നിൽക്കുന്ന ചില യുവകോമളന്മാരൊക്കെ ഉണ്ട്. നമ്മളിഞ്ഞിട്ടിറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മല്ലികേ മല്ലിക ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വരി അവിടെ ഇവിടെ. അയ്യോ ചേച്ചി, ഞാനിങ്ങനെ എഴുന്നേക്കാൻ നോക്കുക, പക്ഷെ എഴുന്നേറ്റാ പിന്നെ ഇരിക്കാൻ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്നില്ല. പിന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് കാശ് തരാറുണ്ട്. അതെന്താന്ന് വെച്ചാല് 3 പടം വർഷത്തിൽ എടുക്കുന്നവരാ. അപ്പൊ ഈ ആദ്യത്തെ പടത്തിൽ അമേരിക്കേൻ്റെ പകുതി മറ്റേ തരാമെന്ന് പറയും, അതിന്റെ പകുതി മറ്റേ തരാമെന്ന് പറയും. ഇങ്ങനെ പിന്നെ ഞങ്ങളെ എന്നും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ നമുക്ക് ചില കുട്ടികളെ കാണുമ്പോൾ ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊരു സത്യമായിട്ടുള്ളത്. ഇങ്ങനെ അങ്ങ് ഡയറ്റ് ചെയ്ത് അത് വൃത്തികേടാ. അന്ന് ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത് ജയഭാരതിയും നായികമാരല്ലേ. അവരൊരുങ്ങി കഴിഞ്ഞാൽ അവരുടെ നടപ്പ് പോലും മാറും. പിന്നെ നായികയായിട്ടുള്ളൊരു നടപ്പാടും പതുക്കെ വരൂ. ഷീലാമ്മ ഒരു റൂമിലായിരിക്കും, ജയഭാരതി അപ്പുറത്തെ റൂമിലായിരിക്കും. അപ്പൊ ഇവർക്ക് നായകന്മാരുണ്ടാവും. അപ്പോൾ ഷീലാമ്മ പോയി പറയും അപ്പുറത്ത് പോയി നോക്കിക്കുക, ജയഭാരതി എന്തോ തലേ വെച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആളോ വന്നിട്ട് പറയും, അമ്മ அவங்க பெரிய ഇതെല്ലാം വെച്ചിരിക്കാണ്. ആണോ? എന്നാ കുറച്ച് കൊടുത്തോട്ട് വാ. ആ ഒരു വിന്റേജ് കാലഘട്ടത്തിലുള്ള ചുരിദാറാവട്ടെ, സാരികളാവട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ സർവത്ര കയറിയ ജീൻസ് ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. അല്ല, അന്ന് ചുരിദാറുണ്ട് കേട്ടോ, ചുരിദാറുണ്ട്. പക്ഷെ അന്നത്തെ ചുരിദാർ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ വല്ലാത്ത കീറലില്ല. ഇവിടെ അല്ല, ഇപ്പൊ ഇവിടുന്ന് വയറ് തൊട്ട് കാണാൻ കീറിയിട്ടേക്കുന്നത്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർ വരെ അങ്ങനെയാ, ചുരിദാർ ഇവിടുന്നേ കട്ട് ചെയ്ത് അങ്ങ് ഇട്ടിരിക്കുക. ഞാൻ പിന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ ഡ്രസ്സുകൾ അല്ല, അതിപ്പോ ഞാനും ഒക്കെ ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകും. മൈജി ഫ്യൂച്ചർ Fresh to home, no shortcuts taken. ഇപ്പൊ നമ്മുടെ അമ്മയുടെ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാവരും ഭയങ്കരമായിട്ട് ഉറ്റുനോക്കുന്നത്. അതായത് ഞങ്ങൾ കോളേജ് കാലഘട്ടത്തിൽ കണ്ട മല്ലികയുടെ ഒരു പകുതി പോലും മലയാള സിനിമ അല്ലെങ്കിൽ മലയാളികൾ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഇന്ദ്രജിത്തിന്റെ ഒക്കെ അമ്മ അവരുടെ പേരിലായിരിക്കും മക്കൾ അറിയപ്പെടുക എന്നൊക്കെ അവർ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്താണ് ഞങ്ങൾ ഇപ്പോഴും കാണാത്ത മോഹമല്ലികയുടെ എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞത് തൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. കോളേജിലെന്നും പറയാറുണ്ട്, ഇപ്പോഴും പറയും, എന്തെല്ലാം ദുഃഖം ഉണ്ടെങ്കിലും ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ ചേച്ചിയുടെ സംസാരം. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ പ്രസൻസ് ഒരാൾക്ക് ഒരു പോസിറ്റീവായിട്ട് തന്നെ തോന്നണം. കാരണം അല്ലാതെ ഒന്ന് താണ്ട വരുന്നത് എൻ്റെ പൊന്നെ എപ്പോൾ പോകുമെന്നോ എന്ന് പറയാൻ പോയില്ലേ സംഗതി. അപ്പോൾ അങ്ങനെ അന്നും കോളേജിൽ എല്ലാ കൂട്ടുകാരികൾക്ക് ഭയങ്കര ഇഷ്ടം. മല്ലിക വന്നില്ലേന്ന് വെച്ചാൽ ബോറടിക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ സ്നേഹം ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് നർമ്മം കൂട്ടിക്കലർത്തി ഞാൻ സംസാരിക്കും. ഇപ്പോഴും ഞാൻ ചില കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഒരു ശകലം നർമ്മം അവിടോ ഇവിടോ വന്ന് ചേർക്കും. അതൊരു പതിവാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആ വലിയ സീരിയസ്നെസ്സിൽ പറഞ്ഞില്ല. എങ്കിലും ആ ഭാഷ അങ്ങനെ പ്രയോഗിക്കാൻ അറിയാവുന്നത് കൊണ്ടുള്ള ഗുണവും പലയിടത്തും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചില കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉപദേശിക്കും, മോനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്ന് ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ പറഞ്ഞു വിട്ടാൽ ഒരുത്തനും കാണത്തില്ലേ മക്കളെ ഞാനിങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ ഇപ്പം ഈ രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് കാണുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ രാജ്യം ഭരിച്ച് ഞാൻ അങ്ങ് ആനയാകും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും അല്ല മോളെ, പോകുമ്പോൾ നമ്മളാരോ അത് തന്നെയുള്ളൂ മിച്ചം. അതാണ് സത്യം. ഇത്ര സുന്ദരി ആയതുകൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രണയത്തിനെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിമൻസ് കോളേജും കൂടി ആയതുകൊണ്ട് എനിക്കറിയാം. ഞാൻ തീർച്ചയായിട്ടും അതെ, ഒരുപാട് പേര് അങ്ങനെയല്ല, അതിപ്പോൾ ഞാൻ മാത്രമല്ല, വിമൻസ് കോളേജിന്റെ നടയിൽ അറിയാമല്ലോ, കുറച്ച് അതിനു വേണ്ടി വന്ന് നിൽക്കുന്ന ചില യുവകോമളന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പേരാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനടക്കം ഒരുപാട് പാട്ടുകളിൽ മല്ലിക പൂവിൻ മധുരഗന്ധം അങ്ങനെ പിന്നെ അങ്ങനെ മല്ലികയെ മാലതി മല്ലിക ഈ മല്ലിക വരുന്ന പാട്ടുകൾ ഒരുപാടുണ്ട്. ബിച്ചു തിരുമല പറഞ്ഞു, ഞാനൊരു ദിവസം മല്ലിക ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പം കൊള്ളാമല്ലോ എന്ന്. അപ്പം പുള്ളി ഇതൊക്കെ തമാശ പറഞ്ഞാണെങ്കിലും
പലരും സീരിയസ് ആയിട്ട് അത് ധരിച്ചിട്ടുമുണ്ട്. കാരണം പുള്ളി ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്താണ്, കംപ്ലീറ്റ് ഫാമിലി, അച്ഛനും ഒക്കെ അറിയാം. അപ്പം അങ്ങനെ ആ പാട്ടൊക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ, നിരുപദ്രവകരമായ പ്രേമം. നമ്മളിങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മല്ലികേ മല്ലിക ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വരി അവിടെ ഇവിടെ നമുക്ക് മനസ്സിലാവും നമ്മളെയാണെന്ന്, പക്ഷെ അവരാരും അതൊട്ട് പ്രത്യക്ഷത്തിൽ പറയത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള അതൊരു ചുമ്മാ ഒരു രസമല്ലേ ഈ പറഞ്ഞതിൻ്റെ വിട്ട്. അല്ലാതെ ഇന്നത്തെ പോലെ നടന്ന് ഉപദ്രവിച്ച് പെണ്ണിൻ്റെ പേരും പ്രശസ്തിയും മാനവും അഭിമാനവും എല്ലാം കളഞ്ഞ് വിളിച്ച് ചെയ്യോ അതൊന്നും ഒന്നില്ലേ പൊന്നുമോളെ, ഒന്നുമില്ല. ഇന്ന് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്കെല്ലാം ഭയങ്കര ഈസിലി എന്താ പറയുക ആക്സസിബിൾ ആണ്, എല്ലാം കിട്ടും പെട്ടെന്ന്. പക്ഷെ അന്ന് അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇന്ന് കണ്ട രണ്ട് ഭാഗങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിരപരാധികളായ പെൺകുട്ടികളെ ശരിക്കും വേദനിപ്പിക്കുന്നവരുമുണ്ട്. പക്ഷേ ഒരു കാര്യമില്ലാതെ ആൺപിള്ളേരെ കുറ്റം പറയുന്ന പെൺപിള്ളേരുണ്ട്. അത് ഞാൻ പറയാം, ഞാനിപ്പോൾ പറയാം ഞാൻ സ്ത്രീവിദ്വേഷിയാണെന്ന് അല്ല. നമുക്ക് നന്നായിട്ടറിയാം ഈ കൊച്ചി ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും പറയുമെന്നറിയാം. ബേസിക്കലി അത് അങ്ങനെ ഒരു ക്യാരക്ടറായിരിക്കും. അങ്ങനെയുള്ളവരുടെ അടുത്ത് ചെന്ന് വിടുന്ന ആൺപിള്ളേർ സൂക്ഷിച്ചോണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. സത്യം ഏത് തരത്തിലും പറയാം. ഇപ്പോൾ ഒരു എന്താണ് ഒരു വാക്കുണ്ടല്ലോ, പീഡനോ, മൊത്തത്തിലെല്ലാം പീഡിപ്പിച്ചു. അത് ഞാനത് കുറ്റമായിട്ട് പറയില്ല. ഈ വാക്കുകളൊക്കെ വന്നതിന് ശേഷം ഇതെവിടെ എങ്ങനെ എന്തിനു ഉപയോഗിക്കണം എന്നുള്ളത് പെൺപിള്ളേരും പഠിക്കണം, ആൺപിള്ളേരും പഠിക്കണം. ശരിക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമ്പം അതിൻ്റേതായ ശിക്ഷ കൊടുക്കണം. അത് ആരായിരുന്നാലും ശരി, അതിപ്പോൾ പോലീസ് വകുപ്പാണെങ്കിലും ശരി, ഭരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, അല്ലെങ്കിൽ കോടതിയാണെങ്കിലും ശരി, അതിനുള്ള ശിക്ഷ തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷേ വേറെ ചുമ്മാ അതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇയാൾ ശരിയല്ല, അല്ലെ കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുക, ഇവൻ എന്നെ ഇങ്ങനെ, അത് അങ്ങനെ പറയുന്നവരുടെ ഇതൊന്ന് അന്വേഷിക്കണം. കാരണം നമുക്ക് ചില കാര്യങ്ങൾ ചില പെൺകുട്ടികൾ പറയുന്നത് നമുക്കറിയാം ഇത് പകുതി കയ്യിൽ നിന്നിട്ട കഥയാന്നുള്ളത് അറിയാം. കാരണം നമുക്ക് ബേസിക്കലി നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ. അപ്പോൾ അത് ഞാനൊരു കുറ്റപ്പെടുത്തി പറയുകയല്ല. അപ്പോൾ ഇരു കൂട്ടരും ഈ വാക്കിൻ്റെ ഉപയോഗം എന്തിനാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് എന്നുള്ളതൊന്ന് പഠിച്ചിട്ട് ഉപയോഗിച്ചാൽ കുറേ കൂടെ സമൂഹത്തിൽ സിനിമാക്കാർക്ക് ഒരു പേര് കിട്ടും. മറ്റേത് സിനിമ എന്ന് കേട്ടാലേ എല്ലാവരും ഏതാ പറഞ്ഞത് വേറെ ജോലിയൊന്നും ഇല്ലയോ, നല്ല ജോലിക്ക് എങ്ങാണ് പോകുന്നൊക്കെ പറഞ്ഞ ഇതുകൊണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പരിധി വരെ മാറി വരുന്നത് കുറേ കൂടെ ഒക്കെ വിദ്യാഭ്യാസവും പഠിപ്പും ഒക്കെ ഉള്ള കുട്ടികളൊക്കെ വന്നപ്പോൾ അത് മാറി. അതാണ് ഞാൻ ഈ പറയുന്നത്. കാരണം പണ്ട് ഞാൻ ഇതുപോലൊരു ചാനലിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു ഈ നമ്മൾ തമ്മിൽ പോലൊരു ചർച്ച തുടങ്ങിയ സമയത്ത് ഞാനിതുപോലെ പറഞ്ഞു. അത് എന്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരെന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവരൊരു സ്ത്രീ വിദ്വേഷിയാണോ? അല്ല, ഇന്നും ഞാൻ ചോദിക്കുന്നത് വളരെ സത്യസന്ധമായിട്ട് ചോദിക്കുകയാണ്. കാരണം ഒരു പ്രാവശ്യം പീഡിപ്പിച്ചു, 2 പ്രാവശ്യം പീഡിപ്പിച്ചു, 3 പ്രാവശ്യം പീഡിപ്പിച്ചു, ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിപ്പോയി, അവിടുന്ന് രക്ഷപ്പെടാൻ 3ാമതും പോയി. അതിനകത്ത് ഒരു അസ്വാഭാവികം ഇല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താണെന്തോ എനിക്ക് അറിയില്ല. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ എന്നെക്കാട്ടി വിവരമുള്ളവർ അത് പറയുമായിരിക്കും, അതിങ്ങനെ പറ്റിയതാണ് അങ്ങനെ. പക്ഷെ അതപ്പം ആ കുട്ടിക്ക് വേണ്ടപ്പെട്ടവരില്ലേ, അവരൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒരു തെറ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വാശിയായിരിക്കണം, അടുത്തത് ഞാൻ ജീവിച്ച് കാണിച്ചു തരുമെന്ന്. പിന്നെയും തെറ്റിലോട്ടങ്ങ് പോവുമോ? അതൊരു ശരിയായ രീതിയല്ല. ഒരു തെറ്റ് പറ്റി പോട്ടെ, ഇനി അവിടെ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരാൾ വന്നു നമ്മളെ സഹായിച്ച് നമുക്ക് നല്ലൊരു ജീവിതം, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതേ ചെയ്യുള്ളൂ ആണ്ടോടാണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതെങ്ങനെ തെറ്റ് അബദ്ധങ്ങളാവുന്നത്? അത് അങ്ങനെയൊക്കെ ഈ ചില ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്ന് ഇപ്പം മൊത്തത്തിൽ കോളേജിൽ പോയാലും വന്നാലും ഒക്കെ പിള്ളേരൊക്കെ വീട്ടിലെത്തണം വരെ അച്ഛനമ്മമാർ നമസ്കരിച്ചോണ്ടിരിക്കുക, ഭഗവാനെ എൻ്റെ കുഞ്ഞിനെ സുഖമായിട്ട് ഞാൻ കൊണ്ട് തരണമെന്ന്. അത് മാറിക്കിട്ടണം. ആര് ഭരിച്ചാലും മാറിക്കിട്ടിയേ പറ്റൂ. ഈ BSc കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടേ പിന്നെ പെട്ടെന്ന് സിനിമയിലോട്ടുള്ള ഒരു ചുവടുവെപ്പ്, അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് മദ്രാസിൽ പോയപ്പം ഇതൊരു ജീവിതമാർഗമായിട്ട് കൊള്ളാം. അത് നമ്മൾ അതും വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളൊക്കെ വലിയ പൈസ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്ന വല്ല 10-20,000 പൈസയൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. അത് പക്ഷേ ഇന്നത് 25 ലക്ഷത്തിൻ്റെ വിലയുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമ്മളത് എടുത്തു. പിന്നെ ഒരുപാട് പരിചയക്കാർ, എൻ്റെ അടുത്ത അച്ഛൻ്റെയൊക്കെ അടൂർ ഭാസ്കർ, കുറിശി മാമൻ, ഒരുപാട് പേര്. ഏറ്റവും എനിക്ക് കടപ്പാട് ശ്രീകുമാരൻ തമ്പി സാറിനോടും ഭാര്യയോടുമാണ്. കാരണം ഞാൻ ആരാന്നും എന്താണെന്നും ഹരിപ്പാടാണ് അദ്ദേഹത്തിൻ്റെയും വീട്, എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സഹസംവിധായിക എന്നുള്ള ടൈറ്റിൽ കാർഡ് കിട്ടുന്നത് തമ്മിച്ചേൻ്റെ പടത്തിന്, മാളിക പണിയുന്നവർ, ഏതോ ഒരു സ്വപ്നമൊക്കെ. അപ്പോൾ അങ്ങനെ ആ പടങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഇത് അത്യാവശ്യം നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിച്ചു പോകാമല്ലോ, ആരും പൈസ തന്നില്ലെങ്കിലും നമുക്ക് ജോലി ചെയ്താൽ ഇങ്ങനെ ജീവിക്കാം എന്നൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനത്തെ
പടങ്ങൾ ചെയ്തു. പക്ഷേ അങ്ങനെ പടം ചെയ്ത് വന്നപ്പോൾ പിന്നീട് എനിക്കൊരു ഈശ്വരാധീനം ഉണ്ടായത് വിൻസെൻ്റ് മാഷെ പോലുള്ളവരുടെ വലിയ പടങ്ങളൊക്കെ വന്നപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായി ഒരുപാട് പടം. പിന്നെ KG ജോർജ് സാറ്, അപ്പോഴാണ് ജോർജ് സാറ് വരുന്നത്. സാറിൻ്റെ എല്ലാ പടത്തിലും ഞാനുണ്ടായിരുന്നു. ഓണപ്പുടവ, പോലീസുകാരൻ മകൾ, സ്വപ്നാടനമാണ് എനിക്ക് വലിയ സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ചു തന്ന പടം. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിക്ക പടങ്ങളിലും ഞാൻ ഇനി ഒരുപാട് ബഹുമാനമുള്ള ഒരു സംവിധായകൻ. കാരണം പുള്ളി കറക്റ്റ് കാര്യം പറയും. ഒരുപാട് സംസാരിക്കത്തില്ലല്ലോ, അങ്ങനെ സെറ്റിലൊന്നും കൊല എന്നുള്ള സംസാരമൊന്നുമില്ല. എല്ലാം കാര്യങ്ങൾ പറയും. നമ്മൾ ചെയ്ത ശരിയിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഇമോട്ട് ചെയ്ത് മല്ലിക അങ്ങനെ അത് പറഞ്ഞു തരും. നമുക്കത് അഭിനയം പഠിക്കാനും സിനിമ എന്ന് പറയുന്ന ഒരു കല എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ സാറ് വിൻസെൻ്റ് മാഷൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇന്ദ്രേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അമ്മയ്ക്കും അച്ഛനും നിർബന്ധമായിരുന്നു അൺകോമൺ ആയിരിക്കണം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കണം പേരിടേണ്ടത് എന്നുള്ള കാര്യം. അപ്പം അത് പേരിൽ മാത്രമല്ല, അവരുടെ ലൈഫിലെ എല്ലാ ചോയ്സും, ഇപ്പം അച്ഛനും അമ്മ എടുത്ത എല്ലാ ചോയ്സിലും അങ്ങനെ. ഇപ്പോൾ സൈനിക് സ്കൂളിൽ ചേർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ്, ഇപ്പം സാറ് നന്നായിട്ട് എഴുതും വായിക്കും എന്ന് പറഞ്ഞു, അത് മക്കൾക്ക് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ രാജേട്ടൻ്റെ ഇന്ദ്രേട്ടൻ്റെ ഒരു ഫോട്ടോയിലുണ്ട് അച്ഛൻ ഇരിക്കുമ്പോൾ അവർ ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ ഒരു മനുഷ്യന് വേണോ നിലനിന്ന് പോകാൻ അതൊക്കെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്, അമ്മയും വളരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ ആ ഒരു പാരന്റിങ് ആണോ ഇപ്പൊ അവരുടെ ഈ ഒരു അൺകോമൺ ആയിട്ടുള്ള രണ്ടാൾക്കാരായിട്ട് അവർ മാറിയതിന്റെ പ്രധാന ഒരു പരിധി വരെ? തീർച്ചയായിട്ടും അത് സുഗേട്ടനാണ് നമ്പർ 1. സുഗേട്ടന് ചിട്ടയുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ഒരു ബുക്ക് വായിക്കാൻ പറയും. ഇത് വായിച്ചിട്ട് വെക്കേഷൻ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് 2-3 പുസ്തകം വായിപ്പിച്ചിട്ട് പറയും എന്താണ് നിനക്കിത് വായിച്ചപ്പോൾ നിന്റെ അഭിപ്രായം, ഒരു റിവ്യൂ പോലെ എഴുതാൻ പറയും. ആസ്വാദനക്കുറിപ്പ്. അത് തന്നെ. അപ്പോൾ അത് 1 പേജോ 1.5 പേജൊക്കെ കാണത്തുള്ളൂ. പക്ഷേ എന്നാലും അപ്പോഴേ അതൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അതൊക്കെ അങ്ങനെ ഒരുപാട് എക്സ്ട്രാ റീഡിങ്, അല്ലാതെ എവിടെയെങ്കിലും ചെന്ന് നിൽക്കുമ്പോൾ ഈ ബബ്ബ അടിക്കാതെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, അതൊക്കെ ആ വക ട്രെയിനിങ്. പിന്നെ ഓഫ് കോഴ്സ് അതിനോടൊപ്പം ഞാനും നിൽക്കും, ഇല്ലെന്ന് പറയാനൊക്കത്തില്ല. കാരണം ഞാനും കൂടെ നിന്നെങ്കിലേ ഇത് പൂർത്തീകരിക്കാനൊക്കത്തുള്ളൂ. അച്ഛനെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോകുമ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ ചെയ്യുന്നോ നോക്കേണ്ടത് അമ്മയുടെ ഇതല്ലേ. അപ്പം അതറിയാം, മക്കൾക്ക് അറിയാം. പണ്ടത്തെ മിടുക്കിയായിട്ടുള്ള മറ്റേ വില്ലത്തി കുട്ടിയാണ് കോളേജിൽ. അതിപ്പോൾ രാജുവിനെ ഇന്ദ്രനെ പലയിടത്തും ഇന്ദ്രനീടെ പറഞ്ഞ് ഗുരുവായൂർ തൊഴാൻ പോയി. എൻ്റെ അമ്മേ ആദ്യം ഒന്ന് കയറി, അയ്യോ മോനെ അത് അമ്മ വന്നില്ലേ ചോദിച്ചു. അടുത്ത സെക്ഷനിലോട്ട് നടന്നങ്ങോട്ട് ചെന്നു, അയ്യോ മല്ലിക ചേച്ചി വന്നില്ലയോ എന്ന് ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇതിനെ പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയത് അവിടുത്തെ പോറ്റിമാർ വരെ അമ്മ എന്തിയേ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഞാനും പൂർണ്ണിമയും കൂടെ ചെന്നപ്പോൾ ഞങ്ങളുടെ കാര്യം ഒന്നും ചോദിച്ചില്ല മൊത്തത്തിൽ. അല്ല അതുകൊണ്ടല്ല, ഒരുപക്ഷെ അയ്യോ ചേച്ചി ഞാനിങ്ങനെ എഴുന്നേക്കാൻ നോക്കുക. പക്ഷെ എഴുന്നേറ്റാ പിന്നെ ഇരിക്കാൻ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്നില്ല. ചേച്ചി വന്നാണ്ട് ധാരാ വരുന്നതെന്നറിയോ, ഈ ചേച്ചി വിളിയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചേച്ചി ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മദ്രാസിൽ താമസിക്കുമ്പോൾ ഒരു ചേച്ചി ഉണ്ടെങ്കിൽ ഈ ചേച്ചിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളെയൊന്നും പലർക്കും ഒറ്റയടിക്ക് കണ്ടുകൂടാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞ് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം എനിക്ക് വണ്ടിയില്ലെങ്കിൽ ചേച്ചി കാറ് അയക്കും, ഞങ്ങളുടെ അവിടെ ഒരു കറിയില്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലെ മീൻ കറി വരും. ഇങ്ങനെ അത്രയ്ക്ക് അരിപാട്ടുകാരാണ് ഞങ്ങൾ രണ്ടുപേരും. നാടിന്റെ സ്നേഹമൊന്നുമല്ല, അത് ചേച്ചിയുടെ മനസ്സിന്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാ. ഞാൻ ഇന്നലെ ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ലൈവായിട്ട് തന്നെ പറയാൻ പോണത് ഇപ്പൊ നമ്മുടെ അജുവും ലിസ്റ്റിനും ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്താണ് നിങ്ങളുടെ എന്താ പറയാ, ഇപ്പം അമ്മേനെ ചേച്ചി വന്നപ്പോ തന്നെ ചേച്ചി എന്നുള്ളൊരു വിളി, വല്ലാത്തൊരു ബോണ്ടിങ്. രണ്ടുപേരും ഞാൻ സിനിമയിൽ വന്ന് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കണ്ട് പരിചയപ്പെട്ട അവരുടെ സ്നേഹം അറിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അങ്ങനെയല്ല, ഒന്നുമില്ലാതെ മദ്രാസിൽ ചെന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം എന്താണെന്ന് അറിഞ്ഞ് എൻ്റെ കൂടെ നിന്നൊരു ചേച്ചിയാണിത്. നന്നായിട്ട് എനിക്കറിയാം. പണ്ട് ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂവിലും ചേച്ചിയുടെ പാട്ടിനെ പറ്റിയും ചേച്ചിയുടെ രീതിയെ പറ്റിയും എനിക്ക് അന്ന് ഞങ്ങൾക്കൊരു വലിയൊരു അമ്പലമുണ്ട് അവിടെ, എന്താ ചേച്ചി അപ്പോൾ ഒരു കരുമാരിയമ്മ കോവിലിപ്പാനുണ്ട്. അപ്പം അന്ന് എനിക്ക് കാറൊന്നുമില്ല. അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, അയ്യോ ഈശ്വര വെള്ളിയാഴ്ച ഒരു കാര്യം ചെയ്ത് നീ അവിടെ നിൽക്കേ, ഞാൻ കൊണ്ടുവിടാനുള്ള ഏർപ്പാട്. അപ്പോൾ ചേച്ചി ഏതെങ്കിലും ഒരു വണ്ടി, ചേച്ചിയുടെ വണ്ടി വല്ലയിടത്ത് പോയിരിക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും വണ്ടിയെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് എന്നെ കൊണ്ടുപോയി തൊഴിയിച്ച് ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുമല്ലോ, ചേച്ചിക്ക് ഈ പറഞ്ഞല്ലോ ചേച്ചിയുടെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മോനുണ്ട്. അത് ഞങ്ങളുടെയൊക്കെ ഒരു പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള കാലത്ത് ഞങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സ്നേഹത്തോടെ ഒരു അഭിനയമില്ലാതെ ജീവിച്ച വ്യക്തികളാണ് ഞങ്ങളൊക്കെ. ജീവിതത്തിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അറിയാൻ വയ്യ സത്യം. ഈ സൂചിപ്പിക്കൽ വർത്തമാനവും ഒന്നും അറിഞ്ഞൂടാ, സത്യം പറയുക. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഭഗവാൻ ഇന്ന് വലിയ വിഷമങ്ങളൊന്നും ഇല്ലാതെ ഇത്രത്തോളം ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു.
ഈ ശ്രീലത ചേച്ചിക്ക് മല്ലിക സുകുമാരൻ അഥവാ നമ്മുടെ മോഹമല്ലികയാണല്ലോ അന്ന് ഇല്ലേ? നമ്മള് വിട്ടില്ല. അപ്പൊ മോഹമല്ലിക ഇല്ലേ ചെറുതായിട്ട് ആ സമയത്തൊക്കെ. എന്താണ് ജീവിതത്തില് ഈ ഒരു മല്ലിക എന്ന് പറയുന്ന ഒരു കുട്ടി? കുട്ടിയല്ല അല്ലെ, അന്ന് കുട്ടിയായിട്ടല്ലേ നമ്മൾ പരിചയപ്പെടുന്നത്? എൻ്റെ നാട്ടുകാരിയാണ്. സത്യം പറഞ്ഞാൽ മദ്രാസിൽ വന്ന് പരിചയപ്പെട്ടതിന് ശേഷം എൻ്റെ നാട്ടുകാരിയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ നാട് പിന്നെ ഹരിപ്പാട്, അത്രേ ഉള്ളൂ. പിന്നെ ആ ഒരു പിന്നെ സ്നേഹം അതുണ്ടാവില്ല, സ്വന്തം നാട്ടുകാരിയോടൊരു സ്നേഹം ഉണ്ടാവില്ല. പിന്നെ മദ്രാസിൽ ഞാൻ മല്ലിക വരുന്നതിന് മുമ്പ് ഞാൻ 68 മദ്രാസിൽ പോയി. അപ്പം അങ്ങനെ മദ്രാസിൽ എന്നെ സിനിമയിലോട്ട് വിളിച്ചതാണ്. സിനിമ ഞാൻ അന്വേഷിച്ച് പോയതല്ല. അങ്ങനെ പോയി. പിന്നെ അവിടെ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഈ എന്താണ് കഷ്ടപ്പാടിനെ പറ്റി നമുക്ക് നല്ലോണം അറിയാം. അപ്പം അങ്ങനെ ഒരു വ്യക്തി മദ്രാസിലോട്ട് വരുമ്പോൾ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ കുറേ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അതെ. അപ്പോൾ ഞങ്ങളൊന്നിച്ച് സിനിമയ്ക്ക് പോകും. അങ്ങനെ എൻ്റെ അടുത്ത് ആ കഥ ഞാൻ ഈയിടയ്ക്ക് പറഞ്ഞു. ഞങ്ങൾ രാത്രി ഒരു സിനിമ, ചിലപ്പോൾ ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ട്. അന്ന് പാവം ചിലപ്പോൾ KPS ലളിത ചേച്ചി ഉണ്ടാവും കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അവിടെ കഞ്ഞിയും പയറും ഒക്കെ ആയിരിക്കും. അപ്പോൾ ചേച്ചി പറയും, നമുക്ക് വെളിയിലെങ്ങാനും പോയി കഴിക്കാം, ഇതെന്തോ ചേച്ചി ഇവിടെ എപ്പോഴും കഞ്ഞിയുള്ളതെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ സമാധാനമൊക്കെ പറയുമെങ്കിലും അവസാനം ചൂട് കഞ്ഞിയും പയറും അച്ചാറും ഒക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിക്കും. പക്ഷേ അന്ന് നമുക്ക് കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അതെ, നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അയ്യോ സത്യം. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ടും നമ്മൾ വളരെ സൗഹൃദമായിരുന്നു പരസ്പരം. പ്രേം നസീർ ആയാലും ബാസിയേട്ടനായാലും ഞാനതിവിടെ പറഞ്ഞതേ ഉള്ളൂ. അതൊരു ഭയങ്കര മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. പിന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് നമുക്ക് കാശ് തരാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ 3 പടം വർഷത്തിൽ എടുക്കുന്നവരാ. അപ്പോൾ ഈ ആദ്യത്തെ പടത്തിൽ അമേരിക്കേൻ്റെ പകുതി മറ്റേ തരാമെന്ന് പറയും, അതിൻ്റെ പകുതി മറ്റേ തരാമെന്ന് പറയും. ഇങ്ങനെ പിന്നെ ഞങ്ങളെ എന്നും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞാൻ പറയാം, ഞങ്ങളൊക്കെ ഈ ഏർക്കാട് സൈലൊക്കെ ഔട്ട്ഡോർ പോകുമ്പോൾ എന്തെല്ലാം ഉണ്ടാക്കിക്കൊണ്ടുവരും. ചേച്ചിയാണ് ഏറ്റവും നമുക്കൊക്കെ. എൻ്റെ അമ്മ നല്ലോണം കുക്ക് ചെയ്യും. അമ്മയുണ്ടപ്പോൾ അത് ഞങ്ങളുമൊക്കെ അതെ, വീട്ടിൽ നിന്ന് എന്താണോ നമ്മളെ കൊണ്ടാകുന്നത്, ഉണ്ണിയപ്പം അല്ലെങ്കിൽ അച്ചപ്പോക്കി. പക്ഷേ ചേച്ചിയുടെ അവിടെ നിന്ന് നല്ല ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ, അച്ചാർ, അത് ഇതും അത് എന്ന് വേണ്ട മുറുക്ക് എല്ലാം കൊണ്ടുവരും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടുന്ന് തിരിച്ച് തീർന്ന് പോകാനൊരു വിഷമമാണ്. കാരണം നല്ല രസമല്ലയോ, ചുമ്മാ 4 മണിക്ക് കുറിക്കലും തീറ്റയും ബഹളവും. ഞങ്ങളെല്ലാം കൂടെ അടുത്തുള്ള തിയേറ്ററിൽ സിനിമ കാണല്. അയ്യോ അതൊന്നും ഇപ്പോൾ ഇല്ല മോളെ. അന്ന് നിങ്ങൾ ഡയറ്റ് ഒക്കെ ചെയ്യുമായിരുന്നോ? പണ്ടും ഡാൻസോ? ഡയറ്റ് ചെയ്യുന്ന വെച്ചാല് അന്നത്തെ ഒരു സിനിമയിലുള്ളവർ കുറച്ച് വണ്ണമൊക്കെ വേണം. തീരെ മെലിഞ്ഞൊന്നും ഇപ്പോഴത്തെ പോലെ പറ്റത്തില്ല. ഈ കൊച്ചു എന്തോ ഭക്ഷണം ഒന്നും കഴിക്കത്തില്ലേ, പട്ടിണിയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത് ഞാനൊക്കെ ആദ്യകാലത്ത് സിനിമയിൽ വളരെ മെലിഞ്ഞിരുന്നു. അപ്പം 3 നേരം ചോറ് കഴിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ കുറച്ച് വണ്ണമൊക്കെ വേണം അന്നത്തെ സിനിമയിൽ. അത് കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് മുറുക്കോ എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്കൊക്കെ ഉണ്ടല്ലോ, 4 മണിയാകുമ്പോൾ എന്തായാലും വല്ല ഉപ്പേരിയൊക്കെ കിട്ടിയാൽ ഒക്കെ കുറയ്ക്കേണ്ട സമയമാണ്. എന്നാലും അളവ് കുറയ്ക്കാമെന്നല്ലാതെ പാടേ വേണ്ടെന്ന് വയ്ക്കാൻ. അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചാൽ ഇപ്പോഴത്തെ എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുകയല്ല. ഇപ്പോഴത്തെ നമുക്ക് ചില കുട്ടികളെ കാണുമ്പോൾ ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊരു സത്യമായിട്ടുള്ളത്. ഇങ്ങനെ ഡയറ്റ് ചെയ്ത് അത് വൃത്തികേടാ. അങ്ങനെ കണ്ടമാനം അങ്ങ് ഡയറ്റിങ്ങിൽ പോകുന്നത് ശരിയാ. അതൊരു സ്ത്രീത്വം പോവുക എന്നൊക്കെ പറയും നമുക്ക് കാണുമ്പോൾ. അതിൻ്റെ ഒരു കുഴപ്പം. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ നല്ല കപ്പ ചേച്ചി, അയ്യോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നല്ല മീൻകറിയും കപ്പയും അതിൽ പറഞ്ഞപ്പോഴേ പോയി വരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ചേച്ചിയോട് കേട്ടോ. സിനിമയിലേക്കാളും കൂടുതൽ നമുക്ക് അതെ, കാരണം ഒരു സിനിമയുണ്ടെങ്കിൽ അന്ന് ഒരു 5 കൂട്ടം വിഭവം തിന്നാനും വരും. രാത്രി അത് തന്നെ, രാത്രിയിൽ മിക്കവാറും ഈ കോമഡി സീൻ എടുക്കുന്നൊക്കെ രാത്രി 10 to 2. അപ്പം വാസിയേട്ടനോ അല്ലെങ്കിൽ കുതിരോട്ടം അപ്പം പറയും, എൻ്റെ വീട് അടുത്തായിരിക്കും സ്റ്റുഡിയോയുടെ, പറഞ്ഞ് രാത്രിയിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവത്തിടണേ തിന്നാനായിട്ട്, വല്ല പുട്ടോ ചിക്കൻ കറിയോ അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരും. അതന്ന് അത്രയും സ്വാതന്ത്ര്യമായിട്ട് പറയാം. ആ ഒരു സ്നേഹമാണ്. ഞാൻ പറയുന്നത് നമ്മൾ ബണ്ടിപ്പൂരിൽ പോയി കിടന്നത് പെൺപട കുതിര ഓടിച്ച കഥയൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഭയങ്കര ധൈര്യം കേട്ടോ. അപ്പം മല്ലിക ഒരു കുതിരയുടെ പുറത്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ചേച്ചി ഓർമ്മയുണ്ട് നമ്മുടെ ലിസി? അയ്യോ ഞാനും പിന്നെ മീനച്ചേച്ചി ഉണ്ട് അതിൽ. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ 2 ചെറിയ കുതിര നോക്കിയെടുത്തു ഞങ്ങൾ. ഞാൻ അതിൻ്റെ പുറത്ത് കയറിയിരിക്കുക. അപ്പം ഞങ്ങൾ പറഞ്ഞു ഫ്രണ്ടിലെ കുതിര പമ്പ് ഇത് ഓടിക്കോളൂന്ന്. എവിടെ? ഫ്രണ്ടിലെ കുതിരയെല്ലാം പോയി കഴിഞ്ഞു. ഈ കുതിര ഓടണ്ടേ? ഒന്നാമത് മീനച്ചേച്ചിയുടെ കുതിര പോകത്തില്ല, വെയിറ്റ് കൂടുതലാ.
അവര് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കുതിര വളഞ്ഞു പോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചാര കൂട്ടിയിട്ട് ത്യാഗരായ മാഷയുടെ സ്റ്റണ്ട് ഞങ്ങൾ കൂടെ ഉരുണ്ടുരുണ്ട് വരുന്നത് ഡ്യൂപ്പൊന്നുമില്ല, ഞങ്ങൾ കിടന്ന് ഉരുളുക. സത്യം. അയ്യോ അന്ന് സ്റ്റണ്ടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ചെയ്തു ഞങ്ങളൊക്കെ. ഇപ്പൊ ചെയ്യുമോ അങ്ങനത്തെ നായികമാര് ചാരത്തിന്റെ പുറത്തൂടെ ഉരുണ്ട് വരുമോ? ഉള്ള വെയില് അതല്ല, നമ്മൾ ഈ റിഫ്ലക്ടർ ഉള്ളത് കാരണം നമുക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് വെയിൽ കൂടുതൽ, പിന്നെ ചൂട് കൂടുതലായിട്ട് തോന്നും. കാരണം നമ്മുടെ മുഖത്തേക്കല്ലേ ഇത് അടിക്കുന്നത്. അതുപോലെ കളറല്ലല്ലോ, കളറൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലേ ഉള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. ഭയങ്കര അതൊക്കെ ഒരു പക്ഷെ എന്നാലും അതെല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന. അന്ന് അവിടെ എങ്ങനെയെന്നറിയോ, രാത്രിയാകുമ്പോൾ ചേച്ചിയുടെ പാട്ട്, മണവാളം ജോസഫ് ഏട്ടൻ കൊട്ട്, കുതിരേട്ടൻ പപ്പുവേട്ടൻ കൊട്ട്, ആലുമുടൻ, ഇങ്ങനെ ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പം നസീർ സാറൊക്കെ കേൾക്കാനിരിക്കത്തേ ഉള്ളൂ. വാദ്യമേളം മൊത്തം ഇവരൊക്കെ. ചേച്ചി പാട്ടോടെ പാട്ട്, ഞങ്ങൾക്കൊക്കെ പുളിപ്പാട്ടേ അറിയാം, എന്നാലും വിടത്തില്ല, കൂടെ ചേച്ചിയുടെ കൂടെ കയറിയൊക്കെ പാടും ഞങ്ങളുടെ കൂടെ. ഇങ്ങനെയൊക്കെ. പക്ഷെ അന്നെന്താ അറിയോ, നായകനും നായികയും മാറിയിരിക്കുക അങ്ങനെയൊന്നുമില്ല. അന്നില്ല. സ്റ്റണ്ട് മാസ്റ്റർമാര് അവരെല്ലാം ഞങ്ങളുടെ കൂടെ തന്നെ. ഞങ്ങൾ ചീട്ട് കളിക്കും. ഞങ്ങളെല്ലാരും കൂടെ വട്ടത്തിലിരുന്ന് നമ്മൾ ചീട്ട് കളിക്കുമായിരുന്നു. അയ്യോ എന്തെല്ലാം. ഫുള്ളടിച്ച 2 രൂപയാ. നസീർ സാറിന്റെ വീട്ടിൽ നിന്ന് പാവം കൊഴുക്കട്ട വരുമ്പോ സാറിന് അവസാനം ഇല്ല. ഞങ്ങൾക്ക് 6 മണിക്ക് അതിന്റെ മുറിച്ച് എല്ലാവർക്കും പപ്പാതി കിട്ടും. നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തിട്ടുള്ള ഒരു കള്ളത്തരം എന്തെങ്കിലും ഉണ്ടോ? കള്ളക്കല്ല, എന്തെങ്കിലും പണി ഒപ്പിച്ചതോ അങ്ങനത്തെ എന്തെങ്കിലും ആരും അറിയാണ്ട് നടക്കത്തില്ല കുഞ്ഞെ. ചെന്നിറങ്ങുമ്പോ രാവിലെ 7:30 പ്രൊഡ്യൂസർ കാണും. അപ്പൊ അന്നത്തെ സെറ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് അല്ല, പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളിന് അന്ന് വലിയ വിലയാണ്. കാരണം വേറെ കൊണ്ടല്ല, പുള്ളി എങ്ങനെയാണ് ഈ പൈസ കൊണ്ടുവന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. വല്ല വിറ്റുപെറുക്കി കൊണ്ടുവന്നാണോ, കടം വാങ്ങിച്ചാണോ, അതോ വലിയ ഭൂസ്വത്തിന്റെ ഉടമയാണോ. ഇത് അദ്ദേഹം ഓരോ രൂപ ചെലവാക്കുമ്പോഴും പുള്ളിക്ക് അതിന്റെ കണക്ക് അവിടെ വേണം. ഇപ്പൊ ഇതെല്ലാം മാനേജർമാർ എന്തും നമുക്ക് പ്രൊഡ്യൂസർ ആരാന്നറിയാം. അറിയാൻ വയ്യ. മാനേജർമാർ ഏറ്റെടുക്കൂല്ലേ. നമുക്ക് ആ ഒറിജിനൽ പ്രൊഡ്യൂസറെ കാണാറില്ല, സെറ്റിൽ കാണാറില്ല. പിന്നെ ഞാനൊക്കെ ചിലപ്പോൾ ചില പടത്തിന് പോകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത ഒരാൾ, നമ്മുടെ പണ്ടത്തെ രീതി ആയതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇതാണ് പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മൾ എഴുതിയിട്ട് ഭവ്യത, ഹലോ സാർ നമസ്തേ, അത് നമ്മുടെ പണ്ടത്തെ രീതിയാണ്. നമ്മൾ അങ്ങോട്ട് അപ്പോഴാണ് അറിയുന്നത് പ്രൊഡ്യൂസർ എന്നൊക്കെ അറിയാൻ വയ്യ. അത് ഈ പറഞ്ഞിട്ട് അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം ചെല്ലും. എത്ര മണിക്ക് വന്നു, അത് പിന്നെ നമ്മുടെ ജയമാരതി ടി.വാസൻ സാറൊക്കെ ഉണ്ടല്ലോ, 7:30 മണിക്ക് എല്ലാവരും വന്ന് 8:30 റെഡിയാണോ, അല്ലെ 9 റെഡിയാണെന്ന് പറഞ്ഞാൽ 9 അടിക്കാൻ 5 മിനിറ്റ് ഉള്ളപ്പം എല്ലാം വിളിക്കുക, ആർട്ടിസ്റ്റിനെ വിളിക്കും, ഫ്ലോറിലോട്ട് വിളി. അവരാ പറയുന്നത് വിളിക്കാൻ, ഡയറക്ടറല്ല. അവർ തന്നെയല്ലേ ഡേറ്റും പറയുന്നത്. ഡേറ്റൊക്കെ അവരാ പറയുന്നത്. മലയാള സിനിമ വളർന്ന് വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ അറിയട്ടെ. പക്ഷേ സിനിമയിൽ നിന്നുള്ള ആ ഒരു റിയൽ ഒരു നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ഇത് ജോലിയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഇവിടെ, അതൊന്നും ഇപ്പം ഇല്ല. എനിക്ക് എന്തോ ഉണ്ടാക്കാന്നുള്ള ഒരു ഇന്നിപ്പോ സിനിമയിൽ ഇങ്ങനെ ഭയങ്കര ലൈറ്റ് മേക്കപ്പ് ഒക്കെ ഇല്ല, നമ്മൾ മേക്കപ്പ് തന്നെ ചിലപ്പോൾ ഇടാറില്ല. പക്ഷെ അന്നത്തെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര നല്ല നീട്ടി കണ്ണൊക്കെ എഴുതി ഭയങ്കര വരച്ച് ലിപ്സ്റ്റിക്കൊക്കെ നല്ല ഭംഗിയിലൊക്കെ, ചുണ്ടിന്റെ ഷേപ്പൊക്കെ ഇങ്ങനെ ഭയങ്കര എവിഡന്റ് ആയിട്ട് കാണിച്ചിട്ട് മുടിയൊക്കെ അങ്ങനെ ഭയങ്കര ഇതിലാണല്ലോ. അപ്പം ലൈക്ക് നിങ്ങളുടെ അന്ന് സിനിമയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയപ്പോൾ ഉള്ള എന്തെങ്കിലും നല്ല ഓർമ്മകളൊക്കെ ഉണ്ടോ? നല്ല ഭംഗിയിലൊക്കെ ഒരുങ്ങി. അല്ല, അന്ന് ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നത് ജയഭാരതിയും നായികമാരല്ലേ. അവരൊരുങ്ങി കഴിഞ്ഞാൽ അവരുടെ നടപ്പ് പോലും മാറും. പിന്നെ നായികയായിട്ടുള്ളൊരു നടപ്പാണ്, പതുക്കെ വരൂ, അങ്ങനെ വേഗം. ഉദയരെ അഭിനയിച്ചിട്ടില്ലേ വലിയ? പിന്നെ ഞാൻ ഉദയരം വന്ന കണ്ണപ്പനുണ്ടി എന്നൊക്കെ പറയുന്ന അങ്ങനെ വടക്കൻ പാട്ട് അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ അവർ ഈ ജുവലറി ഒക്കെ കൊണ്ടുവരുമ്പം അവരാദ്യം എല്ലാം അങ്ങ് സെലക്ട് ചെയ്ത് തലയിലൊക്കെ ഒരുപാടൊക്കെ ഗോപുരം പോലൊക്കെ വയ്ക്കും. അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് തരും. സത്യമാണ്. എല്ലാം നായിക ഇവിടെ വയ്ക്കാൻ, അവിടെ വയ്ക്കാൻ, മറ്റിടത്ത് വയ്ക്കാൻ, മറിച്ചിടത്ത് അവസരം. അമ്മയ്ക്ക് ഇത് മതി, നമ്മുടെ ക്യാരക്ടറിന് ഒരെണ്ണം ഇട്ടാൽ മതി. അത് ഇല്ലാത്തോണ്ടാ മൊത്തം അങ്ങെടുത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഷീലാമ്മ ഒരു റൂമിൽ ഇതിലായിരിക്കും, ജയഭാരതി അപ്പുറത്തെ റൂമിലായിരിക്കും. അപ്പോൾ ഇവർക്ക് നായന്മാരുണ്ടാവും. അപ്പോൾ ഷീലാമ്മ പോയി പറയും അപ്പുറത്ത് പോയി നോക്കിക്കുക, ജയഭാരതി എന്തൊക്കെ തലേ വെച്ച് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആൾ വന്നിട്ട് പറയും, അമ്മ அவங்க பெரிய பெரிய ഇതെല്ലാം വെച്ചിരിക്കാங்க. ആണോ, എന്നാ കുറച്ച് കൊടുത്തോട്ട് വാ. അത് ശരിയാ. അതെല്ലാം ഹീറോയിൻസ് അവർക്ക് പരമാവധി മാക്സിമം അവർ അതിൻ്റെതായ ഒരു ഗെറ്റപ്പിലേ ഇറങ്ങി വരത്തുള്ളൂ. നമ്മളൊന്നും പിന്നെ അങ്ങനത്തെ വേഷമല്ല. ഇപ്പം ഓഫ് കോഴ്സ് ചേച്ചിയൊക്കെ ഒരുപാട് പടം ചെയ്തു, ഞാനൊന്നും അങ്ങനെ ഇല്ലെങ്കിലും നമുക്കിതൊക്കെ അറിയാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് സംഭവിച്ചത്, ഇതെല്ലാം ഊരി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരെ പെരുമാറും.
അതൊരു സത്യം തന്നെ. ആ ഒരു മദ്രാസിലെ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇപ്പം അമ്മ നാട്ടിലോട്ട് വന്നിട്ട് വേണ്ടം തന്നെയായിരുന്നു. കുന്നംകുളത്താണ് ഹസ്ബൻഡുമായിട്ട് അവിടെയാണ്. അയ്യോ ഞാനവിടെ പോയിട്ടുണ്ട് ചേച്ചിയുടെ. അയ്യോ ഞാൻ അതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ട്. പിന്നെ ഓ അതെ ഞെട്ടിപ്പോയിട്ടുണ്ട് ചേച്ചി. വലിയ ഈ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നിടത്ത് അത് നമ്മൾ കണ്ട് കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് കിടക്കുന്ന ശ്രീദേവ ചേച്ചി ആ കഷായം അതിടെ ഇങ്ങോട്ടിട അങ്ങോട്ട്. ഞാൻ ചേച്ചി പഠിച്ചു. അയ്യോ എന്നെ എല്ലാം പഠിപ്പിച്ചേ, വൈദ്യം എല്ലാം പഠിപ്പിച്ചു. സകലതും ഉണ്ടാക്കാൻ അറിയാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂടാറൊക്കെ ഉണ്ടോ? ഇപ്പൊ എന്താ സംഭവിച്ചാൽ ഞാൻ കാണും. ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ ഫോണിൽ കൂടാ, എന്നാലും കാണുന്ന സമയത്ത് വല്ല പരിപാടിക്ക് കാണും, അല്ലെ വല്ല സെറ്റിൽ വരും. ഇപ്പൊ എൻ്റെ ഒരു സീരിയലിൽ ചേച്ചി അഭിനയിച്ചോണ്ടിരിക്കുക. അപ്പോഴേ എനിക്കില്ല കാലയിൽ സുഖമില്ലാതെ അയ്യോ ഇപ്പം പോവേ തട്ടിപ്പോവെന്നൊക്കെ പറഞ്ഞ് കിടന്നത്. പക്ഷേ എന്തോ ചേച്ചിയുടെ കൂടെ അഭിനയിക്കുമ്പം ഞാൻ നേരത്തെ ഒരു കെമിസ്ട്രിയെ പറ്റി പറഞ്ഞില്ലേ, ഒരു മൂളൽ മുളുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരു മൂളൽ കിട്ടണം, അപ്പോഴേ അതൊന്ന് സിങ്ക് ആവും. ശരി, ലൈവായിട്ട് അഭിനയിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അയ്യോ തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു, അതായത് മല്ലികാമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംസാരിക്കുന്ന ആളാണ്, ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും, നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ഇപ്പൊ എന്തെങ്കിലും ഇങ്ങനെ മാറ്റാൻ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല അങ്ങനെയൊന്നും ഇല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിയെടുത്ത് വയ്ക്കുന്നതാണ്. ഇപ്പം അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പം എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ മല്ലികമ്മയുടെ അടുത്ത് പറയാം? നിങ്ങൾ ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള ബന്ധമുള്ള ആൾക്കാരാണ്, മനസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യം? അങ്ങനെ മനസ്സിലുള്ള ഒരു കാര്യം അങ്ങനെ ഇല്ല. ഞാനാ പിന്നെയും പറഞ്ഞ ചേച്ചി കച്ചേരി നിർത്തല്ലേന്ന്. ഒന്നാന്തരമായിട്ട് കച്ചേരിക്ക് പങ്കെടുത്തു. അത് എന്റെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും പാടുന്നു. അപ്പൊ എന്റെ അടുത്തൊരു സംഭവം വെച്ചാല് നിങ്ങൾ രണ്ടുപേരും ഒരു പാട്ട് പാടുന്നു. ഞാൻ പറഞ്ഞ ചേച്ചിയുടെ പിൻപാട്ടിന്റെ കാര്യമാണ്, അല്ലാതെ ചേച്ചി ക്ലാസിക്കൽ പഠിച്ച് തമ്പുരു ശ്രുതിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ 2.5-3 മണിക്കൂർ കച്ചേരി നടത്തുന്ന ആളാണ്. അതവിടെ കിടക്കും. ഞാൻ അന്ന് ദക്ഷിണാമൂർത്തി സ്വാമിയോട് പഠിച്ചത്. അതെ. അപ്പം അന്നൊരു 3-4 വർഷം പഠിച്ചു. അപ്പം വന്ന് ഒരു 75 കച്ചേരിയൊക്കെ തുടങ്ങി, ഒരുപാട് കച്ചേരികൾ നടത്തി. അലിയും പാടും പറഞ്ഞിരുന്നല്ലോ. അയ്യേ നമ്മൾ ശാസ്ത്രീയ സംഗീതത്തിന്റെ കാര്യമാണ് ചേച്ചി പറഞ്ഞത്. എനിക്ക് കുറച്ച് ശ്രുതിയൊക്കെ ഉണ്ട്, ഇനിയിപ്പോ നമ്മൾക്കൊപ്പം പാടാൻ പറ്റില്ല എന്നാണോ? അതെ, ശ്രുതി കുറച്ച് താത്തി പാടും. ഞങ്ങൾക്ക് പണ്ടത്തെ ശ്രുതി ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിൻമിഴിയിലലിയുന്ന ജീവവേഗം. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പാടും. ഇങ്ങനെ ഗംഭീര ഗാനമേളയാ ഞങ്ങളൊക്കെ ഉള്ള സെറ്റില്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മണവാളത്തിന് കൊട്ടല്ലേ. അയ്യോ ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമായിരുന്നല്ലോ നിങ്ങളുടെ ആ സെറ്റ് സമയങ്ങൾ. അത് പറയുമ്പോൾ ഭയങ്കര എന്താ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ അന്നത്തെ നിങ്ങളുടെ എന്താ പറയുക ഡ്രസ്സുകളെയൊക്കെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴും നോക്കുമ്പോൾ പണ്ടത്തെ സിനിമകളിലും അല്ലെങ്കിൽ സിനിമയിൽ അല്ലാണ്ട് തന്നെ ആ ഒരു വില്ലേജ് കാലഘട്ടത്തിലുള്ള ചുരിദാർ ആവട്ടെ, സാരികളാവട്ടെ, ബ്ലൗസ് അത്രേ ഉള്ളൂ. അല്ലാതെ സർവത്ര കയറിയ ജീൻസ് ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. അല്ല അന്ന് ചുരിദാറുണ്ട് കേട്ടോ, അന്നത്തെ ചുരിദാറുണ്ട്. പക്ഷെ അന്നത്തെ ചുരിദാർ വ്യത്യാസമുണ്ട്. ഇവിടെ വല്ലാത്ത കീറലില്ല. ഇവിടെ അല്ല, ഇപ്പൊ ഇവിടുന്ന് വയറ് തൊട്ട് കാണാൻ കീറിയിട്ടേക്കുന്നത്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർ വരെ അങ്ങനെയാ. ചുരിദാർ ഇവിടുന്നേ കട്ട് ചെയ്ത് അങ്ങ് ഇട്ടിരിക്കുക. ഞാൻ അതൊക്കെ ഞാൻ പിന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഡ്രസ്സുകൾ അല്ല. അതിപ്പോ ഞാനും ഒക്കെ അയ്യോ മറ്റേ ജയിക്കാനായി ജനിച്ച വല്ലൊരു പാട്ടിനകത്തൊക്കെ എനിക്കാണെങ്കിൽ ഒട്ടും വശമില്ല. ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടേ നടക്കുമ്പോൾ ഇവിടെ കാണുമോ അവിടെ കാണുമോ എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അതൊക്കെ ഒരു സീൻ 2 സീനൊക്കെ. പക്ഷെ ചേച്ചിക്കൊക്കെ ഒത്തിരി വേഷം ബാസുകാരൻ്റെ കൂടെയൊക്കെ കിട്ടുമ്പോഴേ തൊപ്പി ഫ്രോക്ക് ഒക്കെ വെച്ച് ചേച്ചി പറയാം. ഞാൻ ഒരിക്കലേ ഉദയ സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്നു. ഇതൊരു പടം ഓർക്കുന്നില്ല. അപ്പം മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തുവാ ഡ്രസ്സെന്ന് ചോദിച്ചപ്പം അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ ഒട്ടും ഇറക്കമില്ലല്ലോ. അയ്യോ ഇതെങ്ങനെ ഒരു പാട്ടിലുണ്ടല്ലോ ചേച്ചി ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പുറത്തുള്ളത് പിന്നെ വിജയശ്രീക്കുള്ള ഡ്രസ്സാണ്. അത് ഞാൻ നോക്കിയപ്പോൾ ഇതിനെക്കാട്ടി ഇറക്കം കുറവ്. എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇപ്പോൾ വരുന്ന പെൺകുട്ടികളൊക്കെ ഓരോ ഡ്രസ്സ് ഇട്ട് നമ്മളെ സീരിയലൊക്കെ വരുമ്പോൾ അപ്പോൾ ഞാൻ വെറുതെ പറയും ഓ ഇത് ഞാൻ പണ്ട് ഇട്ടതാ, 75 ഇതൊരു പുതുമയില്ല.
അന്ന് ഇതൊക്കെ ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം എനിക്കൊന്ന് അന്നത്തെ ആൾക്കാർ കുറച്ചും കൂടി ഇന്നത്തെ എത്രയും ഒരു ഓപ്പൺ മൈൻഡഡ് അല്ലല്ലോ. അപ്പൊ നമ്മള് ഒന്നാമത് ഇങ്ങനെ എന്താ പറയാ അഭിനയിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് കംഫർട്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡ്രസ്സുകൾ സാധാരണ ഇടുന്നത് ഒന്നില്ലേ പാട്ട് സീനില്, ഇമാജിനേഷൻ, സ്വപ്നം, അല്ലാതെ ഒരു ക്യാരക്ടർ ഇതൊന്നും ഇട്ടുകൊണ്ടൊന്നും വീട്ടിൽ നടക്കുന്ന പരിപാടി ഇപ്പോഴത്തെ പോലെ ഒന്നും ഇല്ല. അതൊന്നും ഇല്ല. അയ്യോ, അതൊക്കെ മര്യാദയ്ക്കുള്ള ഡ്രസ്സുകളേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരു സിനിമ കണ്ടിട്ട് അയ്യോ മറ്റേ ഹിന്ദി പടത്തിൻ്റെ സീനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് സീനത്തമ്മനാണോ മറ്റേ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് നമ്മളും ഒക്കെ അതുപോലെ ഒരുങ്ങി ഒക്കെ വരുന്ന പോലെയൊക്കെയുള്ള ഒരു സ്വപ്നത്തിൽ ചിന്തിക്കുന്നതാണ് കൂടുതലും. ഇന്നിപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ആയി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാരവാൻ ഉണ്ട്, നമ്മൾക്ക് എല്ലാവരും ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഒതുങ്ങിയ ഒരു സമയത്താണ് സെറ്റിൽ ഇരിക്കുന്നത്. അപ്പം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മരച്ചൂട്ടിലൊക്കെ ഇരുന്ന് ഫുഡ് വരെ ഷെയർ ചെയ്ത കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ പണ്ടത്തെ സെറ്റിലെ വല്ല ഓർമ്മകളുണ്ടോ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താ വിശ്രമവേള എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന? അതാ പറഞ്ഞ ഞാൻ ഏർക്കാട് സേലമൊക്കെ പോകുമ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വട്ടത്തിലിരിക്കും, അങ്ങോട്ട് തുറന്ന് വയ്ക്കും, ഓരോരുത്തരും കൊണ്ടുവരുന്നതൊക്കെ അത് ഇങ്ങോട്ടെടുത്തു ഇത് അങ്ങോട്ടെടുത്തു. അന്നേരത്തേക്ക് സ്പർദ്ധകളില്ല, ജാതി മതം ഇതൊന്നുമില്ല, ഒരു രാഷ്ട്രീയ ചിന്താഗതികളില്ല, ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴൊക്കെ സ്നേഹം മാത്രം അറിയാം. ചേച്ചി ഇങ്ങനെ, ചേച്ചി എനിക്ക് പറഞ്ഞ കൂടെ തരണേ ചേച്ചി എന്നൊക്കെ തുറന്ന് ചോദിക്കും. ഈ പറഞ്ഞ നസീർ സാറ് വരെ ഞങ്ങളൊക്കെ കൊണ്ടുവന്നത് വാങ്ങിച്ച് കൊള്ളാമല്ലോ ഇതാരുണ്ടാക്കിയതൊക്കെ ചോദിക്കും. തൈരിസാദം കൊണ്ട് കൊടുത്താലും മതി, ഭയങ്കര. അതെ, ഒരു കാര്യത്തിന് അദ്ദേഹം കുറ്റം പറയത്തില്ല. എല്ലാം ഒരു കുറ്റം ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല. അയ്യോ സത്യം കേട്ടോ, ദേഷ്യപ്പെട്ട് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇല്ല ഇല്ല, ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചില പന്ന വിക്കൊക്കെ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കും. പുള്ളി അത് തലയെ വെച്ചിട്ട് ഇത് നന്നായിട്ടുണ്ടെന്ന് പറയും. ശരിയാ, ഇപ്പോഴാണെങ്കിലൊന്നും ആരും വെക്കത്തില്ല. എന്തോ ഏതൊക്കെ ചോദിച്ചു ഊരിക്കളയും. സാറിന് അങ്ങനെയൊന്നും ഇല്ല. പോട്ടെ, അയാൾ എവിടുന്ന് കണ്ടത് അത് ഇരിക്കട്ടെ, സാരമില്ല പോട്ടെ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞ സാറിനെ നോക്കുമ്പോൾ കാണുമ്പോഴല്ലേ ഒരു വല്ലാതിരിക്കുന്നതെന്ന് തോന്നും. അതൊന്നും തലമുടി, ഒരുപാട് തലമുടിയുള്ളൊരു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ആരാധകരൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. നമ്മള് സിനിമ കണ്ടിട്ട് അല്ല, ആരാധകർ കൂടുതലും ഇതുപോലെ ഈ നസീർ സാർ, അടൂർ ഫാസിൽ സാർ, നാട്ടിൽ വരുമ്പോൾ അത്രേ ഉള്ളൂ. നാട്ടിൽ വരുമ്പോഴുള്ള മദ്രാസിൽ അങ്ങനത്തെ ആരാധകരുടെ ശല്യമൊന്നും ഇല്ലല്ലോ. അത് ഇപ്പോഴാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഓഫ് കോഴ്സ് നമ്മുടെ രജനീകാന്ത് സാറ്, കമൽ, അവരൊക്കെയുള്ളവരൊക്കെ, കമൽഹാസൻ സാർ, അവരൊക്കെ ഭയങ്കര സംഭവങ്ങളായിപ്പോയില്ലേ. ഇപ്പം അതേപോലെ ഹിന്ദിയിലെ പോലെ തന്നെയാണ്. അന്നിങ്ങനെ ഷൂട്ട് ചെയ്യുന്നിടത്ത് ആരാധകരെന്ന് നമ്മളുണ്ട്. അത് ഇവരൊക്കെ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര സ്വീകരണവും കാര്യങ്ങളും. അതെ അതെ. അപ്പം എന്താ പറയാ, ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ ചേച്ചിയും കൂടി വന്ന്. അല്ല, ശരിക്കും കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. എനിക്കൊരു വലിയ സന്തോഷമായത് ചേച്ചിയെ കിട്ടിയപ്പോഴാണ്. എന്തോ പണ്ടത്തെ പോലെ ഏതാണ്ട് മദ്രാസ് ഇരുന്ന് ലാത്തി അടിക്കുന്ന ഒരു ഫീൽ. അതല്ലോ, അത് ചേച്ചി വന്നപ്പോഴത്തേനും അമ്മയുടെ മുഖം മാറി, മൊത്തം ആ ഒരു വൈബൊക്കെ മാറി. എന്തൊക്കെ എന്ത് രസമായിരുന്നു. കൂട്ടുകാരികളുടെ ആ ഒരു സന്തോഷം, കാര്യങ്ങളും തുറന്ന് ഞങ്ങൾ സംസാരിക്കും, എല്ലാം പറയും, സങ്കടങ്ങളും പറയും, സന്തോഷവും പറയും, ഒക്കെ പറയും. അതൊക്കെ ഒരു എന്താ പറയുന്നത്, അതൊക്കെ ഒരു സമയമല്ല. ശരിയാ, സത്യം. ഞാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടും ഒക്കെയാണ് ചോദിച്ചത്. ഇന്ന് ദൈവം ഞാനിത് പറഞ്ഞു ചേച്ചി, മക്കളെ കൊണ്ട് ഞാനിപ്പോ ഇത് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചിക്കും എനിക്കും ദൈവം തന്ന അനുഗ്രഹം, അന്ന് കാണിച്ച സന്മനസ്സുകൾക്കെല്ലാം. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും നന്ദിയും ഇതൊന്നും പറയുന്നവർ ആരും ചെയ്യത്തില്ല. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ ചെയ്ത പ്രവൃത്തികൾക്കെല്ലാം ഭഗവാൻ അപ്പോഴപ്പോൾ തരും. ഇപ്പോഴും എൻ്റെ അമ്മ പറയും പിന്നെ എന്നൊക്കെയുള്ള ഇപ്പോൾ അപ്പോഴപ്പോഴാന്ന്. അപ്പോഴായാലും ഇപ്പോഴായാലും ഞങ്ങൾക്കൊക്കെ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ മക്കളാണ്. ചേച്ചിക്ക് ഒരു ആവശ്യമുണ്ട്, അടുത്ത പ്ലെയിനിൽ മൂപ്പർ ഇവിടെ എത്തിയിരിക്കുക, എൻ്റെ മക്കൾ വരുന്നല്ല. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞ്. എനിക്കറിയാം, മോനെ മോളെ എനിക്കറിയാം സത്യമായിട്ടുള്ളത്. അവർ രണ്ടുപേരും. താങ്ക് യു സോ മച്ച് ആൻഡ് ഒരുപാട് സന്തോഷമുണ്ട്. ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെന്ന് ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് അത് തന്നെ സത്യം, ഭയങ്കര വലിയ സന്തോഷം. ശരിക്കും ആദ്യമായിട്ടാണ് ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ചൊരു ഇന്റർവ്യൂ. അതെ, സത്യം. അപ്പൊ നമ്മള് കുറെ കഥകളൊക്കെ പറഞ്ഞു, ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. പക്ഷെ ഇത് ഇനി വേറൊരു അവസരത്തിൽ അത് നമ്മൾ കംപ്ലീറ്റ് ചോദിക്കുന്നതായിരിക്കും. വേറൊരു ഇവന്റ് ആക്കി നമുക്ക് മാറ്റണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ട്. അതായത് അല്ല, വലുതാണ്. അതിനകത്ത് തുറക്കുമ്പോൾ വലുതായിരിക്കും. നമ്മുടെ ഹോളിഡേയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഞാൻ തരാം. ഓ, അത് ശരി. അപ്പൊ ഇതാണ്. എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി, ഇതിന്റെ അകത്ത് കഴിക്കാനുള്ള സാധനങ്ങളാ? കഴിക്കാനുള്ളതാന്ന് തോന്നുന്നു. അത് ശരി. ഞാൻ ഇതിനകത്ത് പൈസ വല്ലതൊക്കെ വെച്ച് തരുവാണോ? എന്തുകൊണ്ട്? അപ്പം ഇത് ഞങ്ങള് ഇത് മുഴുവൻ ഇന്ന് തിന്ന് തീർക്കാനൊക്കത്തില്ല. നാളെ ഷൂട്ടിംഗ് സ്ഥലത്ത് കൊണ്ടുപോയി കഴിക്കാം കേട്ടോ. എല്ലാവർക്കും കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം. താങ്ക് യു. ഞാൻ അവർക്ക് കൊടുക്കാം അല്ലേ? അല്ല, ഇവര്
കേട്ടോ